പണ്ട് കാലങ്ങളിലൊക്കെ വിവാഹമൊക്കെ അറിയാവുന്നത്. അങ്ങനെ ഒരു വിവാഹ വീട്ടിൽ തലേന്ന് അവർക്ക് കറണ്ടൊന്നും ഇല്ലാത്ത ഒരു കാലം, തലേന്ന് വൈകിട്ട് ഒരു പയ്യന്റെ കയ്യിൽ, ചെറുപ്പക്കാരൻ കൊച്ചു പയ്യന്റെ കയ്യിൽ അവിടുത്തെ മുതിർന്ന ഒരു അപ്പൻ ഒരു വിളക്ക് പെട്രോൾ മാക്സ് കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇവിടുത്തെ ഏറ്റവും ഇരുട്ടുള്ളിടത്ത് നീ കൊണ്ടുവെക്കാൻ പറഞ്ഞു. ഈ പയ്യൻ ഈ പെട്രോൾ മാക്സ് കൊണ്ട് ഈ വീടിന് ചുറ്റും നടന്നിട്ട് കറങ്ങിയിട്ട് ഈ അപ്പച്ചന്റെ കയ്യിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. തിരിച്ച് ഈ വിളക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ വിളക്ക് വേണ്ടി എന്നിട്ട് ഇരുട്ടുള്ള ഒരു സ്ഥലവും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു തരുവാന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ വിളക്ക് തിരിച്ചു കൊടുത്തു. സ്തോത്രം. ആ വിളക്ക് കൊണ്ട് അവൻ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും ഇരുട്ട് കാണാൻ പറ്റത്തില്ല. എന്റെ വേദപുസ്തകത്തിൽ സങ്കീർത്തനം 119 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകും. നമ്മുടെ പാതയ്ക്ക് പ്രകാശം തരുന്ന ആ ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ മുമ്പോട്ടുള്ള വഴികളിലായിക്കോട്ടെ, ഒരു കാലത്തും ഇരുട്ട് ഉണ്ടാവത്തില്ല. സ്തോത്രം. ആ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, വചനത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, ആ ജീവനുള്ള വചനം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ആ വചനം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ വചനമായവൻ യേശു ക്രിസ്തു തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ നല്ല കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടത്തില്ല, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും കർത്താവ് അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.